ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പോൾ ഹുവാനയും മാനേജേഴ്സും കൂടി ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കും. എന്തായാലും നമുക്ക് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാന്ന് പറയും. ഇത് കേട്ട് ഹുവാനക്കും വേറെ നിവർത്തിയില്ലാണ്ട് എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള രീതിയിൽ ഹുവാനയും ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കഴിക്കാനായിട്ട് പോകും. അപ്പൊ കറക്റ്റ് ആയിട്ട് മിങ്ങിന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ടല്ലോ അവൻ അങ്ങോട്ടേക്ക് എത്തും. ഹുവാന, നീ നേരത്തെ എത്തിയോ? ഞങ്ങൾ ഒരുമിച്ചാണ് വരാനിരുന്നത്. എനിക്കൊരു അർജന്റ് വർക്ക് വന്നു, അതുകൊണ്ടാ കുറച്ച് ലേറ്റ് ആയി പോയത്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണില്ല. ഞാൻ മിങ് സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്നും പറഞ്ഞ് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യും. അപ്പൊ തന്നെ ഹുവാനയും, എന്താ നീ ഇപ്പോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. മിങ് സാറാണ് എന്നെ പറഞ്ഞു വിട്ടേന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനക്കും കുറച്ച് ആശ്വാസമൊക്കെ ആകും. അതേ ടൈം മിങ് ആണെങ്കിലോ ഇവനെ പറഞ്ഞു വിട്ടത് മാത്രമല്ലാണ്ട് ഇവിടെ എന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഫോണും ഓണാക്കി പിടിച്ചു നിൽക്കുവാണ്. അതേ ടൈം ഹിയും, എന്തായാലും ഇവിടെ എല്ലാവരും ജെന്റിൽമാൻസ് ആണ്. അപ്പോ ഹുവാനേനെ മാത്രം കുടിപ്പിക്കുന്നത് ശരിയല്ല. അവൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് കമ്പനി തരാന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയും എഴുന്നേറ്റ് നിന്ന്, അങ്ങനെയല്ല, എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടല്ലേ നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോ ഞാൻ നിങ്ങൾക്ക് മര്യാദ തരേണ്ടേ? അതുകൊണ്ട് ഞാൻ തന്നെ കുടിച്ചേക്കാന്നും പറഞ്ഞിട്ട് വലിയൊരു ഗ്ലാസ് ഡ്രിങ്ക്സ് എടുത്ത് മടമടാന്ന് കുടിക്കും. ഇത് കണ്ട് ഹീ പോലും ഒന്ന് ഷോക്കാകും. എന്താ ഹുവാന നീ ചെയ്യുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ഹുവാനക്കാണെങ്കിലോ കുടിച്ചിട്ട് നിൽക്കാനേ പറ്റുന്നില്ല. ആകെ ആടി ഉലഞ്ഞ്, ഞാൻ നിങ്ങൾക്ക് മര്യാദ തരുന്ന വിധം നിങ്ങൾക്ക് വേണ്ടി കുടിച്ചു. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് നല്ല ഓഫർ തന്നെ ഇട്ട് തരണോന്ന് അറിയും. നീ ഞങ്ങൾക്ക് മര്യാദ തന്നു, അപ്പോ ഞങ്ങളും തിരിച്ച് നിനക്ക് മര്യാദ തരണ്ടേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ എല്ലാവരും കൂടി ഡ്രിങ്ക് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. അതേ ടൈം മിങ്ങാണെങ്കിലോ ഹീയുടെ അടുത്ത് നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻ ഇപ്പൊ കിട്ടും എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഈ ആണെങ്കിലോ ആ കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇവരെ കൂടെ ഇൻവോൾവ് ആയി നല്ല രീതിക്ക് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. അതിനിടയിൽ ഹുവാനയും, ഞാൻ എന്തായാലും ചുറ്റി വളച്ച് സംസാരിക്കുന്നില്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് പറയുവാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഡിസ്കൗണ്ട് തന്നെ തരണം. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ എപ്പോഴും താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കുമെന്ന് അറിയും. എന്തായാലും നീ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, നിന്റെ ആറ്റിറ്റ്യൂഡും ഞങ്ങൾക്ക് ഇഷ്ടമായി. എന്തായാലും നിനക്ക് നല്ല ഓഫർ തന്നെ തരാം. 10% നിനക്ക് ഡിസ്കൗണ്ട് തരാന്ന് ഒരു മാനേജർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ പെട്ടെന്ന് അയാളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. പുള്ളിക്ക് വന്നിരിക്കുന്നത് ലിയാങ്ങിന്റെ മെസ്സേജ് ആണ്. നിന്റെ അടുത്തിരിക്കുന്നത് എന്റെ ഗേൾഫ്രണ്ട് ആണ്. മര്യാദക്ക് നല്ല രീതിക്കുള്ള ഒരു ഡിസ്കൗണ്ട് കൊടുത്താ നിനക്ക് ഞാൻ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ തരാന്നും പറഞ്ഞ് ഒരു ഓഫറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കാണുമ്പോ തന്നെ പുള്ളിക്കാരന്റെ മനസ്സ് മാറും. അയ്യോ, 10% ഡിസ്കൗണ്ടോ? അത് ഭയങ്കര കുറഞ്ഞു പോയില്ലേ? നിനക്ക് എന്തായാലും ഞാൻ 20% ഡിസ്കൗണ്ട് തരാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനക്ക് ഭയങ്കര ഹാപ്പി ആകും. എന്ത് 20% ഡിസ്കൗണ്ടോ? അപ്പൊ നിങ്ങൾക്ക് വലിയ നഷ്ടം വരില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. നഷ്ടമോ? അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. നിനക്ക് ഡിസ്കൗണ്ട് തരാണ്ട് വേറെ ആർക്ക് ഡിസ്കൗണ്ട് തരാനാണെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നല്ല രീതിക്ക് ആക്ട് ചെയ്യും. ഇത് കണ്ട് ഹീ പോലും ഒന്ന് ഷോക്കാകും. വന്ന കാര്യം ഇത്രക്ക് ഈസി ആയിട്ട് നടന്നോ എന്നുള്ള രീതിയിൽ നിൽക്കാണ്. അതിനിടയിൽ മിങ് ഹീക്ക് കോള് ചെയ്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മിങ്ങിനെ അറിയണമല്ലോ. പക്ഷേ പുള്ളിക്കാരൻ കോളൊന്നും അറ്റൻഡ് ചെയ്യാണ്ട് നല്ല രീതിക്ക് എല്ലാവരും കൂടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും മിങ് നേരെ ഇവരുള്ള ഹോട്ടലിലേക്ക് വരും. അങ്ങോട്ടേക്ക് കയറുമ്പോൾ ആ മാനേജേഴ്സ് രണ്ടുപേരും കുടിച്ച് നടക്കാൻ പോലും പറ്റാണ്ട് ആടി ആടി പോകുന്നത് കാണും. ഇത് കണ്ട് പേടിച്ച് ഇവരിരുന്നേച്ച ആ റൂമിന്റെ വാതില് തുറന്നു നോക്കും. അവിടെയാണെങ്കിൽ ആ ഹുവാനയും ഹീയും കൂടി എന്തോ ഗെയിമൊക്കെ കളിച്ച് കൈയൊക്കെ പിടിച്ച് അടിച്ചടിച്ച് എൻജോയ് ചെയ്തോണ്ടിരിക്കാണ്. ഇത് കാണുമ്പോൾ മിങ്ങിന് ഭയങ്കര ടെൻഷൻ ആകും. നിങ്ങൾക്ക് എന്തോ സംഭവിച്ചു എന്ന് വിചാരിച്ച് പേടിച്ചരണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി കയ്യിലടിച്ച് കളിക്കുന്നു എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹീ ചാടി എഴുന്നേക്കും. ബോസ്, നിങ്ങൾ എന്തായാലും ഹുവാനക്ക് ഒരു ട്രോഫി വാങ്ങി കൊടുക്കണം. ഈസി ആയിട്ടാണ് അവൾ ആ മാനേജേഴ്സിനെ ഹാൻഡിൽ ചെയ്തതെന്ന് അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹുവാനയും ചാടി കഴിഞ്ഞിട്ട്, ബോസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 20% ഡിസ്കൗണ്ട് വാങ്ങി. അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു ഗ്ലാസ് വൈൻ കുടിക്കണോന്നും പറഞ്ഞ് മിങ്ങിന്റെ നേരെ നീട്ടും. അപ്പൊ തന്നെ ഹീയും, ഇല്ല, ബോസിന് വൈനൊന്നും കുടിക്കാൻ പറ്റില്ല, ബോസിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, ഞാൻ കുടിച്ചോളാന്നും പറഞ്ഞിട്ട് ആ വൈൻ ഗ്ലാസും പിടിച്ചോണ്ട് നിൽക്കും. ഇത് കേൾക്കുമ്പോ മിങ്ങിന് നന്നായിട്ട് കൊള്ളും. നിന്നോട് ആരാടാ എനിക്ക് കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞത്? ഞാൻ കുടിച്ച് കാണിച്ചു തരാന്നും പറഞ്ഞിട്ട് ആ ഒരു ഗ്ലാസ് വൈൻ വാങ്ങി വലിച്ചങ്ങോട്ട് കുടിക്കും. പിന്നെ കട്ട് ചെയ്താല് രണ്ടുപേരും നിലത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കാണ്. ആ ഒരു ഗ്ലാസ് വൈൻ കുടിക്കാനായിട്ടുള്ള കപ്പാസിറ്റി പോലും നമ്മുടെ മിങ്ങിനില്ല. വായും പൊളിച്ച് ബോധമില്ലാണ്ട് നിലത്ത് കിടക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ബോസിനെ ഈ അവസ്ഥയിൽ ഇവിടെ ഇട്ടിട്ട് പോവാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും റൂമിലേക്ക് എത്തിക്കണമല്ലോ. എന്തായാലും എനിക്ക് ബോസിനെ വലിച്ചു പൊക്കിക്കൊണ്ട് പോവാനായിട്ടുള്ള സ്ട്രെങ്ത് ഒന്നുമില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹുവാനയും, എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലഗേജ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ട്രോളി ഇല്ലേ, ആ ഒരു ട്രോളിലേക്ക് മിങ്ങിനെ എടുത്തിട്ട് രണ്ടുപേരും കൂടി എങ്ങനെയൊക്കെയോ വലിച്ച് പുറത്തേക്ക് എത്തിക്കും. ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ ഹീയുടെ കാലിൽ കിടന്ന ഷൂ പോലും അഴിഞ്ഞു പോകും. അയ്യോ, ഇത് ഭയങ്കര ടോർച്ചർ ആണല്ലോ എന്നും പറഞ്ഞ് ഹുവാന പയ്യെ
മിങ്ങിനെ നോക്കും. അയ്യോ, നമ്മുടെ ബോസിന്റെ ഫേസ് ആരെങ്കിലും കാണില്ലേ, നമുക്ക് ഒരു ഐഡിയ ചെയ്യാം, കോട്ട് വെച്ച് ഫേസ് അങ്ങോട്ട് മറച്ച് കളയാന്ന് പറയും. എന്തായാലും ഹുവാന, നിന്റെ കയ്യിൽ സൂപ്പർ ഐഡിയ ഉള്ളത്. കോട്ട് വെച്ച് ഫേസ് മറക്കുന്നതിന് മുമ്പായിട്ട് നിനക്ക് ബോസിന്റെ കൂടെ ഫോട്ടോസ് വല്ലതും എടുക്കണോന്ന് ഇനി ചോദിക്കും. എനിക്ക് എടുക്കണോന്നും പറഞ്ഞിട്ട് ബോധമില്ലാണ്ട് കിടക്കുന്ന മിങ്ങിന്റെ അടുത്തിരുന്ന് ഒരുപാട് പോസ് ഒക്കെ കാണിച്ചു ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തു വെക്കും. പാവം നമ്മുടെ മിങ്ങ് ഒന്നും അറിയാണ്ട് ബോധമില്ലാണ്ട് കിടക്കാണ്. ആ ബോധമില്ലാത്ത പയ്യനെ വെച്ച് ഇവര് രണ്ടുപേരും ഒരുപാട് കോമഡിയും ചെയ്തോണ്ടിരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ആ ഒരു ട്രോളിയും തള്ളി മിങ്ങ് താമസിക്കുന്ന ഹോട്ടലിലേക്കും എത്തും. ഹുവാന, നീ ബോസിനെ നോക്കിയേക്കണം, ഏതാണ് റൂം നമ്പർ എന്ന് ഞാൻ റിസപ്ഷനിൽ ചോദിച്ചിട്ട് വരാന്നും പറഞ്ഞ് ഈ അവിടെ നിന്ന് നടന്നു പോകും. അതേ ടൈം മിങ്ങാണെങ്കിലും എനിക്ക് ഈ ബെഡ് പറ്റുന്നില്ല, ആ ബെഡ് ഭയങ്കര ചെറുതാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നിലത്തേക്ക് കിടക്കും. അയ്യോ ബോസ്, ഇവിടെ ഒന്നും കിടക്കാൻ പാടില്ല, എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് മിങ്ങിനെ എങ്ങനെയൊക്കെ പിടിച്ചു വലിച്ച് ആ ട്രോളിയിലേക്ക് കയറ്റാനായിട്ട് നോക്കും. ഇത് കണ്ടുകൊണ്ടാണ് ഹീ വരുന്നത്. അയ്യോ, നീ എന്റെ ബോസിനെ കഴുത്ത് നിരച്ച് കൊല്ലുമോ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ആ ട്രോളിയിലേക്ക് കിടത്തി മിങ്ങ് താമസിക്കുന്ന റൂമിലേക്കും എത്തിക്കും. എന്തായാലും നീ ഇവിടെ നിൽക്കുക, ഇപ്പൊ തന്നെ ഞാൻ വരാന്ന് പറഞ്ഞ് ഹീ ഒന്ന് പുറത്തേക്ക് പോകും. ആ ടൈമിനാണെങ്കിലോ മിങ്ങ് ചാടി കഴിഞ്ഞിട്ട് എന്തോ റൂം സർവീസ് ആണ് നിൽക്കുന്നതെന്ന് വിചാരിച്ച് ഹുവാനക്ക് കയ്യിലുള്ള പേഴ്സൊക്കെ ടിപ്സ് ആയിട്ട് തന്നെ കൊടുക്കും. എന്തായാലും താങ്ക്സ് ഉണ്ട്, എനിക്കിപ്പൊ തന്നെ സ്വിം ചെയ്യണോന്ന് പറഞ്ഞിട്ട് പാൻസ് അഴിക്കാനായിട്ട് പോകും. അപ്പൊ തന്നെ ഹുവാന തിരിഞ്ഞു നിന്ന് നീ എവിടെ പോയി കിടക്കുവാടാ, ഒന്നിങ്ങോട്ട് വാടാ, എന്നെ രക്ഷിക്കടാന്ന് പറഞ്ഞിട്ട് ഹുവാന ഭയങ്കരമായിട്ട് ഒച്ച വെക്കും. അങ്ങനെ ഹീയും അകത്തേക്ക് കയറി വരും. അയ്യോ ബോസ്, നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്, ഒരു പെൺകുട്ടീനെ വിളിച്ചു നിർത്തി അവരുടെ മുമ്പിൽ വെച്ച് പാൻസ് അഴിക്കുന്നു, ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് മിങ്ങിനെ പറഞ്ഞ് മനസ്സിലാക്കി ബെഡിലേക്ക് കിടത്തും. ആ ടൈമിലാണ് പേഴ്സ് കാണുന്നത്. എന്തായാലും നിനക്ക് തന്ന ടിപ്സ് അല്ലേ, നമുക്കിത് രണ്ടുപേർക്കും കൂടി ഷെയർ ചെയ്യാന്ന് പറഞ്ഞ് അതിലുള്ള ക്യാഷ് രണ്ടാക്കി എടുക്കും. എനിക്ക് ഈ ക്യാഷ് ഒന്നും വേണ്ട, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് ആ ക്യാഷ് ഹീക്ക് തന്നെ തിരിച്ചു കൊടുത്ത് ഹുവാന അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകും. എന്താണ് ഇത്, ഇവളോട്ട് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഹീയും ഒന്ന് ആലോചിച്ച് നിൽക്കാണ്. ആ ടൈമിനാണ് ഹീയുടെ ഫോണിലേക്ക് 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരുവാണെന്നുള്ള എഗ്രിമെന്റ് പേപ്പർ മെസ്സേജ് ആയിട്ട് വരുന്നത്. ഇത് കണ്ട് ഹീയും ഒന്ന് ഹാപ്പി ആയിട്ട് നിൽക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗും ആകും. ബോധമൊക്കെ തെളിഞ്ഞ് നിങ്ങൾ കണ്ണു തുറന്നു നോക്കുമ്പോ ഹീ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഹാ ബോസ്, നിങ്ങൾ കഴിഞ്ഞിട്ടോ, നിങ്ങൾക്ക് വെള്ളം വേണോ, ഇന്നലെ നൈറ്റ് എന്തൊക്കെയായി കാട്ടി കൂട്ടിയത്, ഹുവാനയുടെ ഫ്രണ്ടിൽ വെച്ച് നിങ്ങൾ പാൻസ് പോലും അഴിച്ചു, അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഒന്ന് പോടാ, നീ എന്നെ വെച്ച് കോമഡി ചെയ്യുവാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും. പിന്നെ ബോസ് കാണിച്ചതിനല്ല വെളിവെന്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും. ഇല്ല എനിക്കിതൊന്നും കാണണ്ട, എനിക്ക് ഇതൊക്കെ ഓർത്തിട്ട് തന്നെ സങ്കടമാവുന്നു എന്ന് പറഞ്ഞിട്ട് മിങ്ങും ഒന്ന് ചമ്മി നാറിയൊക്കെ നിൽക്കും. എന്തായാലും ബോസെ അതൊക്കെ വിട്, നമുക്ക് വന്നിരിക്കുന്ന ഡീലിങ്സ് കണ്ടു, ഇതൊന്ന് നോക്കെന്ന് പറഞ്ഞ് ഫോണില് മെയിൽ എടുത്ത് കാണിച്ചു കൊടുക്കും. ഇത് കണ്ട് മിങ്ങ് പോലും ഒന്ന് ഷോക്കാകും. വലിയൊരു ഡീലിങ്സ് ആണല്ലോ നമുക്ക് വന്നിരിക്കുന്നേന്ന് ഇങ്ങനെ പറയും. അങ്ങനെ പുള്ളിക്കാരൻ റെഡി ആയിട്ട് നേരെ ഓഫീസിലേക്ക് എത്തും. ആ ടൈമിന് ഹുവാനയും ഇവനെ കാണാനായിട്ട് നടന്നു വരും. ഹുവാനെ കാണുമ്പോൾ നല്ല രീതിക്ക് ചമ്മന്നൊക്കെ ഉണ്ട്, എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാണ്ട് ഹുവാന, നീ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ ഫലം ഡേ മെയിലിൽ വന്നിട്ടുണ്ട്, നീ അത് കണ്ടോന്ന് ഇങ്ങനെ ചോദിക്കും. ഹുവാനയാണെങ്കിലോ മിങ്ങിന്റെ അടുത്ത്, സാർ നിങ്ങൾ ഇന്നലെ നൈറ്റ് നന്നായിട്ട് ഉറങ്ങിയോന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ മിങ്ങൊന്ന് പതറി പോകുമെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാണ്ട്, അല്ല അതിനെപ്പറ്റി നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല സാർ, ഒന്നുമില്ല എന്ന് പറയും. ഓക്കെ, നിങ്ങൾ എന്തായാലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, അതിന്റെ ബെനിഫിറ്റും കിട്ടി, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു കവർ എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കും. അതിലെന്താണെന്ന് വെച്ചാല് ഇപ്പോ ഇവരുടെ വലിയൊരു ഹോട്ടൽ ഉണ്ടല്ലോ, വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള, അതിലുള്ള ഒരു വലിയ സ്യൂട്ട് റൂമാണ് ഹുവാനക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കാണുമ്പോൾ ഹുവാനക്കും ഹാപ്പി ആകും. അയ്യോ, ഒരുപാട് നാളായിട്ട് എന്റെ അമ്മേനെ ഇങ്ങനെ ഒരു റൂമില് താമസിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു, അതും ഞാൻ വർക്ക് ചെയ്യുന്ന സെയിം ഹോട്ടലിൽ തന്നെ കിട്ടി. ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ മിസ്സാക്കില്ല എന്ന് പറഞ്ഞ് ഹുവാന പുറത്തേക്ക് പോകും. ഹുവാന പോയ പുറകെ തന്നെ ഈ അകത്തേക്ക് കയറി വരും. എന്താ ഇവിടെ നടക്കുന്നത്, ഹുവാനയുടെ ഫ്രണ്ടിൽ വെച്ചല്ലേ നിങ്ങൾ പാൻറ് കഴിച്ചത്, എന്തായാലും ഈസി ആയിട്ട് അവളെ സമാധാനിപ്പിച്ച് വിട്ടല്ലോ എന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ തന്നെ അല്ലടാ, എന്റെ പേഴ്സിൽ നിന്നേ ഒരുപാട് ക്യാഷ് മിസ്സായിട്ടുണ്ട്, അത് നീയാണല്ലേ അടിച്ചു മാറ്റിയതെന്ന് ഇങ്ങനെ ചോദിക്കും. എന്നെ പുറത്ത് വിളിക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാം, ബൈ ബൈ ബോസ് എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ ഈ പുറത്തേക്ക് ഇറങ്ങി നൈസായിട്ട് വിട്ട് കളയും. അതേ ടൈം ഹുവാന നേരെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ ഈ ഗിഫ്റ്റ് കിട്ടിയ കാര്യം പറയും. പക്ഷേ ഇത് കേട്ടിട്ട് അമ്മയാണെങ്കിൽ അത് വിശ്വസിക്കുന്നേ ഇല്ല. നിന്റെ കയ്യിലുള്ള ക്യാഷ് മുടക്കിയല്ലേ നീ ഈ റൂം ബുക്ക് ചെയ്തത്, എന്തായാലും ഞാൻ വരില്ല, നീ അത് ക്യാൻസൽ ചെയ്യാനായിട്ട് പറയും. ഇല്ലമ്മ, ഞാൻ പറയുന്നത് സത്യമാണ്, അച്ഛൻ ഒരു ആളുടെ അടുത്ത് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ, അതാണ് എന്റെ ബോസ്, ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തത് കൊണ്ട് എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ഈ റൂം ബുക്ക് ചെയ്ത് തന്നത്. എത്ര വലിയ ഹോട്ടലാണെന്ന് നമുക്ക് അറിയാമോ, ഒരുപാട് ഫുഡൊക്കെ അവിടെയുണ്ട്, എന്തായാലും ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് രണ്ടുപേരോടും അവിടെ പോയി താമസിക്കാനായിട്ട് പറയുന്നതെന്ന് പറയും. ഇത് കേൾക്കുമ്പോ അമ്മയ്ക്കും ഒരുപാട് ഹാപ്പി ആകും. അയ്യോ മോളെ, എന്തൊരു വലിയ ഹോട്ടലാണത്, അവിടെ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാവില്ലേ, ഫുഡ്
ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. ആ അമ്മ ഒരുപാട് ഫുഡ് ഉണ്ടാക്കും, അതെല്ലാം സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഹാപ്പി ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ചൈനീസ് വാലന്റൈൻസ് ഡേയും എത്തും. എല്ലാവരും ഇവരെ ഹോട്ടലിലേക്ക് വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഹുവാനയുടെ പാരന്റ്സും എത്തും. ഇവരെല്ലാവരും എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹുവാന അവിടെ എത്തി ചുറുചുറുക്കോടുകൂടി അവളുടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഹോട്ടലിന്റെ അകത്തേക്ക് പോകുന്ന കപ്പിൾസിനെല്ലാം ഓരോ കൂപ്പൺ പോലെ കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ലോട്ടറി പോലെ ഓരോ നമ്പർ വെച്ച് നറുക്കെടുപ്പിലൂടെ സമ്മാനം കൊടുക്കും. അങ്ങനെ ഹുവാനയുടെ പാരന്റ്സിന് കിട്ടുന്നത് 66ാമത്തെ ടോക്കനാണ്. അങ്ങനെ ഹുവാനയും പാരന്റ്സും കൂടി അകത്തേക്ക് നടന്നു പോകും. ആ ടൈമിന് ഒരു പെൺകുട്ടി ഹുവാനയുടെ അടുത്തേക്ക് വരും. ഒരുപാട് ടിക്കറ്റ്സ് ഒക്കെ വിറ്റ് പോയിട്ടുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ആള് ഇതിന്റെ അകത്ത് കയറിയിട്ടില്ല. എന്തോ ഒരു പ്രോബ്ലം നടക്കുന്നുണ്ടെന്ന് പറയും. ആ ടൈമിന് മിങ്ങും അങ്ങോട്ടേക്ക് എത്തും. എല്ലാ അറേഞ്ച്മെന്റ്സും കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ പോകുന്നതെന്ന് ചോദിക്കും. എല്ലാം കറക്റ്റ് ആയിട്ടാണ് സാർ പോകുന്നത്, പക്ഷെ ഇപ്പൊ ഒരു പ്രോബ്ലം ഉണ്ട്. ഒരുപാട് ടിക്കറ്റ്സ് ഒക്കെ നമ്മുടെ വിറ്റ് പോയിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള ആള് ഇവിടെ ഇല്ല. അതാണ് ഒരു പ്രോബ്ലം എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ആ ഇൻചാർജ് പെണ്ണും, എന്താണ് നിന്റെ ഐഡിയ ഫ്ലോപ്പ് ആയി പോകുമോ എന്നുള്ള സങ്കടത്തില് നീ തന്നെ ടിക്കറ്റ്സ് ഒക്കെ കാശ് കൊടുത്ത് വാങ്ങിയതാണോ? എന്തായാലും അങ്ങനെയാണെങ്കിൽ നീ ഹോട്ടൽ ഓണറിന്റെ അടുത്ത് ആ ടിക്കറ്റ്സ് ഒക്കെ കൊടുത്ത് അതിനുള്ള ക്യാഷ് തിരിച്ചു വാങ്ങാനായിട്ട് നോക്ക്. വെറുതെ നിന്റെ പ്ലാൻ ഫ്ലോപ്പ് ആകുമെന്ന് വിചാരിച്ച് കൈ നഷ്ടമൊന്നും വരുത്തണ്ടെന്ന് പറയും. അങ്ങനെയൊന്നുമല്ല, ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഹുവാന പയ്യെ നടക്കും. ആ ടൈമിന് പെട്ടെന്ന് ലൈറ്റ്സ് ഒക്കെ ഓഫ് ആകും. എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ള രീതിയിൽ ഹുവാന പയ്യെ തിരിഞ്ഞു നോക്കും. അപ്പോ ഒരു സൈഡിൽ നിന്ന് ഒരുപാട് ഡാൻസേഴ്സ് ഒക്കെ വന്ന് പാട്ട് പാടി ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. ഹുവാനക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാനിവിടെ കണ്ടക്ട് ചെയ്തിട്ടില്ലല്ലോ, എന്താ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഷോക്കായിട്ട് നിൽക്കും. ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് പോലും എന്താ ഈ നടക്കുന്നതെന്ന് അറിയില്ല. അതേപോലെ തന്നെ മിങ്ങും ഹീയും എന്തായാലും കണ്ടേക്കാം, എന്തോ ഒരു സംഭവം നടക്കാൻ പോവുകയാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ടൈമിനാണ് ബടന്റെ പോലെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഒരു പയ്യൻ ഈ ഡാൻസേഴ്സിന്റെ സെന്ററിലേക്ക് ചാടി വീഴുന്നത്. അങ്ങനെ അയാൾ വന്ന് നിന്ന് കോമഡി ആയിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുമല്ലാണ്ട് ഹുവാനെ ചുറ്റി ഡാൻസ് ഒക്കെ ചെയ്ത് അവസാന ഹുവാനയുടെ മുൻപിലേക്ക് മുട്ടുകുത്തി നിൽക്കും. ഹുവാനക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അയ്യോ സാർ, നിങ്ങൾക്ക് എന്ത് പറ്റി, മുട്ടുകുത്തി വീണോന്ന് എന്നെ ചോദിക്കും. അയ്യോ, ഇത് ഞാൻ മുട്ടുകുത്തി വീണതല്ല, ഇത് സർപ്രൈസ് ആണെന്നും പറഞ്ഞിട്ട് അതിനുള്ളിൽ നിന്നൊരു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ആ ടൈമിന് ഡാൻസേഴ്സിന്റെ അടുത്ത് നിന്നും ഒരു പയ്യൻ വന്ന് ആ ഒരു മാസ്ക് ഊരി മാറ്റും. അതിനുള്ളിൽ വേറെ ആരുമല്ല, നമ്മുടെ ലിയാങ് ആണ്. മാസ്ക് മാറ്റിയ ഉടനെ തന്നെ ഹുവാന സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ലിയാങ് ഇങ്ങനെ നിൽക്കും. ഇത് കാണുമ്പോൾ ഹുവാനക്കാണെങ്കിലോ, ദൈവമേ ഇവന് എന്ത് കുരങ്ങ് വിദ്യയാണ് ഇനി ഇവിടെ വെച്ച് കാണിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ എന്നും പറഞ്ഞ് പേടിച്ചരണ്ട് നിൽക്കും. ആ ടൈമിലാണ് ലിയാങ് ഹുവാനയുടെ പാരന്റ്സിനെ കാണുന്നത്. അങ്ങനെ തന്നെ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അച്ഛ, അമ്മ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടോ? ഞാനിപ്പോ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്, നിങ്ങൾ രണ്ടുപേരും ഇത് ഇവിടെ നിന്ന് കാണണമെന്ന് പറയും. അപ്പൊ തന്നെ അമ്മയും, നീ വേഗം ചെല്ലു മോനെ, നീ വേഗം ചെല്ലു, നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞിട്ട് അമ്മ ലിയാങ്ങിനെ എൻകറേജ് ചെയ്ത് വിടും. ഇത് കണ്ട് മിങ്ങും, എന്തിനാണ് ഞാനിത് കാണാനായിട്ട് നിൽക്കുന്നത്, അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്നും പറഞ്ഞ് ആറ്റിറ്റ്യൂഡ് ഇട്ട് മിങ് അവിടെ നിന്ന് പോകും. അതേ ടൈം അമ്മയാണെങ്കിലും എന്തായാലും പ്രപ്പോസല് വീഡിയോ ആയിട്ട് എടുക്കാന്നും പറഞ്ഞിട്ട് ഫോണൊക്കെ പിടിച്ച് നിൽക്കാണ്. ആ ടൈമിന് ലിയാങ്ങും കാല് തന്നെ ഹുവാനയുടെ ഫ്രണ്ടിലേക്ക് തന്നെ വീഴും. എന്നാലും അതൊന്നും കാണിക്കാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കയ്യിലുള്ള ആ ടോയ് വാള് നീട്ടി കാണിക്കും. അതിനുള്ളിൽ നിന്ന് ഒരു ഡയമണ്ട് റിംഗ് ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഹുവാന, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാനേ സാധിക്കില്ല. നിന്റെ കൂടെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു കിങ്ങിനെ പോലെ ഞാൻ ഉണ്ടാകും. എന്റെ രാജ്ഞി ആവാനായിട്ട് നീ തയ്യാറാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഹുവാനക്കാണെങ്കിലും ഫുൾ കൺഫ്യൂഷൻ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ആ ടൈമിന് ആ ഡയമണ്ട് റിംഗ് നീട്ടിയിട്ട് നീ ഇത് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും അവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിളിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഹുവാന അതൊന്നും അക്സെപ്റ്റ് ചെയ്യാണ്ട്, നീ എന്തായി കാണിക്കുന്നത്, എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് വല്ലാണ്ടാവുന്നുണ്ട്, ആദ്യം നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന പറയും. ലിയാങ് ആണെങ്കിൽ, ഇല്ല ഞാൻ വരൂല, നീ എന്നെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരന് വാശി പിടിച്ചിരിക്കും. നീ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, നീ ഇപ്പൊ പുറത്തേക്ക് വാന്നും പറഞ്ഞിട്ട് ഹുവാനെ എങ്ങനെയെങ്കിലും ലിയാങ്ങിനെ വലിച്ചു പുറത്തേക്ക് എത്തിക്കാന്നും പറഞ്ഞ് വലിച്ചോണ്ടൊക്കെ ഇരിക്കും. ആ ടൈമിനാണ് ടിയെൽ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഹുവാനെ ഇവിടെ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ലിയാങ്ങിന് ഇഷ്ടപ്പെടും. കയ്യിലുള്ള ആ ടോയ് വാളെടുത്തിട്ട് അയാളുടെ കഴുത്തിലേക്ക് വെക്കും. അവളെ എന്റെ ഗേൾ ഫ്രണ്ട് ആണ്, അവൾ ആരാണെന്ന് അറിഞ്ഞിട്ടാണോ അവളെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് ചോദിച്ച് നമ്മുടെ ലിയാങ് ടിയെലിനെ ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോൾ ഹുവാനെ ഇടക്ക് കയറി, അയ്യോ നീ ഒന്നും മിണ്ടാണ്ട് നിൽക്കെന്നും പറഞ്ഞിട്ട് ലിയാങ്ങിനെയും കൂട്ടി പുറത്തേക്ക് പോകും. അയാൾ എന്റെ ബോസാണ്, അപ്പൊ എന്നെ വഴക്കൊക്കെ പറയും, അതിന് നീ ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് ഹുവാനെയും ലിയാങ്ങിനെ വഴക്ക്
വഴക്കൊക്കെ പറഞ്ഞ് പുറത്തേക്ക് എത്തിക്കും. ഇത് കേൾക്കുമ്പോൾ ലിയാങ്ങിനും സങ്കടം വരും. ഹുവാന, ഞാൻ എന്തോരം നിനക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. നിനക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോട്ടലിലെ ഫുൾ ടിക്കറ്റും വാങ്ങിയത്. അതുമല്ലാണ്ട് 20% ഡിസ്കൗണ്ട് വാങ്ങി തന്നത് പോലും ഞാനാണ്. അത് നീ കഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്താലും ഞാൻ അതിലൊരു പ്രോബ്ലം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. എന്നാലും നീ അതൊക്കെ വിട്ടുകള പ്ലീസ്. നീ എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഹുവാനയാണെങ്കിലോ, നീ എന്തായാലും ഇവിടെ നിൽക്ക്, എനിക്ക് അകത്ത് പോയിട്ട് ഒരുപാട് വർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ലിയാങ്ങിനെ അവോയ്ഡ് ചെയ്ത് പുള്ളിക്കാരി അകത്തേക്ക് പോകും. ഇത് കാണുന്ന അമ്മയും നേരെ ലിയാങ്ങിന്റെ അടുത്തേക്ക് വരും. സോറി മോനെ, അവൾക്ക് ദേഷ്യം കയറിയ ഇങ്ങനെയാണ്, അല്ലാണ്ട് നിന്നെ അവോയ്ഡ് ചെയ്തതല്ല. കുറച്ചു നേരം കഴിയുമ്പോൾ അവൾ ഓക്കെ ആകും. അല്ല, നീ വല്ലതും കഴിച്ചോ? എനിക്ക് ഇവിടെയുള്ള ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും, നിനക്ക് ഞാൻ എന്റെ കൈ കൊണ്ട് കുക്ക് ചെയ്ത് തരട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കും. ആന്റി, എനിക്കും വിശക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വാ മോനെ, നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് ഹുവാനയുടെ പാരന്റ്സ് ആ കോസ്റ്റ്യൂമോട് കൂടി തന്നെ ലിയാങ്ങിനെ കൂട്ടി വീട്ടിലേക്ക് നടക്കും. ആ ടൈമിനാണ് അവിടെ ലക്കി ഡ്രോ നടക്കുന്നത്. അതിൽ വീണിരിക്കുന്ന നമ്പർ 66 ആണെന്നും പറഞ്ഞ് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഹുവാനയുടെ പാരന്റ്സിന് കിട്ടിയ ആ നമ്പർ. പക്ഷെ ആ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് അവരവിടെ ഇല്ല. അത് കാണുമ്പോൾ ഹുവാനക്കും വല്ലാത്തൊരു സങ്കടമൊക്കെ വരും. അതേ ടൈം ഹുവാനയുടെ പാരന്റ്സ് ലിയാങ്ങിനെയും കൂട്ടി വീട്ടിലേക്ക് ചെന്ന് അവന് വേണ്ടി ഒരുപാട് കുക്ക് ചെയ്യും. ഇന്നേ ഹോട്ടലിൽ തന്നെ സ്റ്റേ ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ അധികം ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. എന്നാലും ഉണ്ടാക്കിയ ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, മോനൊന്ന് കഴിച്ചു നോക്കെന്നും പറഞ്ഞിട്ട് ലിയാങ്ങിനെ കൊടുക്കുകയൊക്കെ ചെയ്യും. ലിയാങ്ങും അത് വാങ്ങി കഴിച്ച് സൂപ്പർ ആന്റി, അടിപൊളി ടേസ്റ്റ് ആണ്. അതുമല്ലാണ്ട് നിങ്ങൾ ഹുവാനേനെ നല്ല രീതിക്കാണ് വളർത്തിയിട്ടുള്ളത്, അത്രയ്ക്കും നല്ല ക്യാരക്ടറാണ് അവൾക്കെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകും. മോൻ ആദ്യം ജ്യൂസ് കുടിക്കുക, എന്നിട്ട് ഇരുന്ന് സംസാരിക്കാന്നും പറഞ്ഞിട്ട് അമ്മ തന്നെ ലിയാങ്ങിന് ജ്യൂസ് ഒക്കെ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം അമ്മയും, നിനക്കും നല്ല ക്യാരക്ടറാണ്, നിന്നെയും നല്ല രീതിക്ക് തന്നെയാണ് അമ്മ വളർത്തിയിട്ടുള്ളത്, അത്രയ്ക്കും നല്ല കുട്ടിയാണ് നീ. അല്ല മോനെ, എപ്പോഴാണ് നീ നിന്റെ പാരന്റ്സിനെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്? ഈ റിലേഷൻഷിപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകണ്ടേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ലിയാങ് ചാടി എഴുന്നേക്കും. ഞാനിപ്പോ നിങ്ങൾക്ക് പ്രോമിസ് തരുവാണ്, ഞാൻ എങ്ങനെയെങ്കിലും എന്റെ പാരന്റ്സിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് നിങ്ങളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. ലൈഫ് ലോങ് ഞാൻ ഹുവാനേനെ സന്തോഷമായിട്ട് നോക്കൂന്ന് പറയും. ആ ടൈമിനാണ് ഹുവാനയും വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു വരുന്നത്. അപ്പോ പെട്ടെന്ന് ഒരു ആന്റി പിടിച്ചു നിർത്തി, ഹുവാന, മരുമകൻ വീട്ടിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്തായാലും കാണാൻ നല്ല സുന്ദരനാണ്, അതുമല്ലാണ്ട് കാശുകാരനായിട്ടുള്ള ഒരു പയ്യനെയാണല്ലേ നീ കറക്കിയെടുത്തത്, കൊള്ളാന്നും പറഞ്ഞു പോകും. ഇത് കേൾക്കുമ്പോൾ ഹുവാനക്കും ഷോക്കാകും. എന്ത്, ഇവൻ വീട്ടിലുണ്ടോന്നും പറഞ്ഞിട്ട് ഓടി വീട്ടിലേക്ക് ചെല്ലും. ഹുവാന ചെല്ലുമ്പോൾ ലിയാങ് വീട്ടിലിരുന്ന് പാരന്റ്സുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കാണ്. ഇത് കാണുമ്പോൾ ഹുവാനക്ക് ടെൻഷൻ ആകും. അച്ഛ, അമ്മ, എന്തിനാണ് ഇവനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. എന്താടി നീ പറയുന്നത്? അവനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്നെ പ്രപ്പോസ് ചെയ്ത്, അതും ഡയമണ്ട് റിങ് കൊണ്ടാണ് പ്രപ്പോസ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു പയ്യനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാണ്ട് വേറെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണെന്ന് ഇങ്ങനെ ചോദിക്കും. അമ്മ, ഈ മാരേജ് എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ നടക്കുന്നതല്ലേ, അപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ച് തീരുമാനിച്ചോളാന്നും പറഞ്ഞിട്ട് ലിയാങ്ങിനെ നോക്കും. വാടാ പുറത്തേക്ക് വാന്നും പറഞ്ഞിട്ട് ഹുവാന അങ്ങനെ ലിയാങ്ങിനെയും കൂട്ടി പുറത്തേക്ക് പോകും. ലിയാങ് ആ കോസ്റ്റ്യൂം ഇട്ടിട്ടാണല്ലോ പുറത്തേക്ക് പോയത്, അതുകൊണ്ട് തന്നെ കുട്ടികൾ കണ്ട് ഭയങ്കര ഇംപ്രസ് ആകും. അങ്കിൾ എന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനൊന്നും സമ്മതിക്കില്ല, എന്റെ കൂടെ ഫോട്ടോ എടുക്കണമെങ്കിൽ ദേ ആ നിൽക്കുന്ന ചേച്ചിയില്ലേ, ആ ചേച്ചി സമ്മതിച്ചാൽ മാത്രമേ ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് പറയും. അപ്പൊ തന്നെ ആ കുട്ടിയും, ചേച്ചി പ്ലീസ് ചേച്ചി, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ ചേച്ചി, പ്ലീസ് ചേച്ചി ഒന്ന് സമ്മതിക്കുമോ എന്നും പറഞ്ഞിട്ട് ആ കുട്ടിയും ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യും. പിന്നെ വേറെ നിവൃത്തിയില്ലാണ്ട് ഓക്കെ എന്ന് പറയും. അങ്ങനെ ലിയാങ്ങും ഒരുപാട് പോസ്റ്റ് ഒക്കെ കൊടുത്ത് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കും. ആ പയ്യൻ പോകുമ്പോ താങ്ക്സ് അങ്കിൾ എന്ന് പറയും. അയ്യോ അങ്കിളല്ല, ഞാൻ ചേട്ടനാണ്, ഇനി എന്നെ കണ്ട ചേട്ടനെന്നെ വിളിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞ് ആ പയ്യനെ പറഞ്ഞഴക്കും. അപ്പൊ ഹുവാനയും, പിന്നെ 31 വയസ്സായി, ഇനി ഇവനെ ചേട്ടാന്ന് വിളിക്കാം, അങ്ങനെയല്ല അങ്കിളെന്ന് തന്നെ വിളിക്കണമെന്നും പറഞ്ഞിട്ട് ഹുവാന ലിയാങ്ങിനെ നല്ല രീതിക്ക് ചീത്ത പറയും. ഓക്കെ, നീ ഇപ്പോ പറഞ്ഞല്ലോ, ഇനി ഞാൻ നീ പറയുന്നത് പോലെ കേൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലിയാങ് ഹുവാനെ സമാധാനിപ്പിച്ചോണ്ടിരിക്കും. ശരി, അല്ല നീ എപ്പോഴാ എന്റെ അടുത്ത് സോറി പറയാൻ പോകുന്നത്? നീ ചെയ്ത തെറ്റൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. എന്ത്, ഞാൻ ചെയ്ത തെറ്റോ? ഏത് തെറ്റിനെ കുറിച്ചാണ് നീ പറയുന്നത്? ഇന്ന് ചെയ്ത തെറ്റിനെ കുറിച്ചാണോ, അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത തെറ്റിനെ കുറിച്ചാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഹുവാനയാണെങ്കിൽ ഒരുമാതിരി നോക്കും. എന്തായാലും നീ എന്റെ അടുത്ത് ക്ഷമിക്ക്, നീയേ എനിക്കൊരു ഏഞ്ചലിനെ പോലെയാണ്, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രോബ്ലംസും ഞാൻ ഉണ്ടാക്കുന്നത്, ഇനി ഒരിക്കലും എന്റെ ഭാഗത്ത് നിന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് ലിയാങ് വീണ്ടും റിക്വസ്റ്റ് ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ഹുവാനക്ക് കരച്ചിൽ പോലും വരും. ഇനി എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്താനൊന്നും നിൽക്കരുതെന്ന് പറയും. ഇല്ല ഹുവാന, അങ്ങനെയൊന്നും ചെയ്യില്ല, നീ എന്റെ മുത്താണെന്നും പറഞ്ഞിട്ട് ഓടി ഹുവാന ആ കോസ്റ്റ്യൂം ഇട്ട് തന്നെ ഹഗ് ചെയ്യാനായിട്ടൊക്കെ ചെല്ലും. അല്ലടാ, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു റിങ് വാങ്ങിയില്ലേ, അത് പോയി എവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കും. ആ റിങ്ങോ ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ഹഗ് ഒക്കെ ചെയ്യും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് അമ്മ ആ റിങ് എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കാണ്. ആ ടൈമിന് ഹുവാന അടുത്തേക്ക് വരും. അമ്മ, ആ റിങ് ഇങ്ങോട്ടേക്ക് താന്ന് പറയും. നമ്മളെ നീ ഇതെടുത്തോ, എന്തായാലും ഇത് നിന്റെ കൈകളിലേക്ക് തന്നെ വരേണ്ടതല്ലേ, നീ എന്റെ മനസ്സിൽ
മനസ്സിൽ കുഞ്ഞായിരുന്നു, ഇപ്പൊ ദേ വളർന്നു വലുതായി, നിന്റെ മാരേജും ഇങ്ങെത്തി, ഇപ്പൊ എല്ലാം ഒരുപാട് ചേഞ്ച് ആയില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അമ്മ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മാരേജ് ചെയ്താൽ എന്താണ്, ഒന്നും മാറാനായിട്ട് പോകുന്നില്ല, എപ്പോഴും ഞാൻ നിങ്ങളുടെ മകള് തന്നെ ആയിരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഹഗ് ചെയ്ത് നിൽക്കും. എന്താണല്ലേ ഇവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോ ഇവരുടെ മാരേജ് ചെയ്യാനായിട്ട് പോകുന്നു. എപ്പോഴാണ് ഇനി ഇവര് ബ്രേക്കപ്പ് ചെയ്യാൻ പോകുന്നത്? എന്തായാലും വരുന്ന എപ്പിസോഡുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.